ഒരിക്കലും ഈ ഭൂമി സ്വയമായിട്ടുണ്ടായി വരികയോ ഏതെങ്കിലും ഒരു പിണ്ടാകാരമായിരിക്കുന്ന വസ്തു പൊട്ടിത്തെറിച്ചോ ഉണ്ടായതല്ല. കാരണം നമുക്കറിയാം, ഒരു ബോംബ് വെച്ചൊരു കല്ല് പൊട്ടിച്ചാലോ വെടിമരുന്ന് വെച്ചൊരു കല്ല് പൊട്ടിച്ചാലോ അതിന് ഷേപ്പ് ഒന്നുമില്ല പ്രിയരെ. അത് പല ചീടുകളായിട്ട് ഉപയോഗശൂന്യമായിരിക്കുന്ന വണ്ണം അത് മറ്റൊരു മേശരിയോ ആരെങ്കിലും അടിച്ചൊതുക്കിയാണ് നമ്മുടെ ഹിതപ്രകാരം ചെയ്യുന്നത്. അപ്പോൾ ഈ ഭൂമി ഇത്ര മനോഹരമായിട്ടും ഇത്ര കൃത്യമായിരിക്കുന്ന പദത്തിൽ കൂടെ സഞ്ചരിക്കുന്ന അനുഭവത്തിലും വരണമെങ്കിൽ നിങ്ങൾ സമുദ്ര തീരത്ത് പോയിട്ടുണ്ടോ? എന്തൊരു അത്ഭുതമാണ്! ഇന്നും എനിക്ക് അത്ഭുതമാണ്. ആ നീലാകാശത്തിന്റെ താഴെ ആ ആഴിയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇതൊക്കെ ആരാണ് സൃഷ്ടിച്ചത്? പ്രിയരെ, ആകാശത്തിലേക്ക് നോക്കുവിന് സൂര്യചന്ദ്രാദികളെ ആരാണ് സൃഷ്ടിച്ചത്? നമ്മൾ ഇതൊന്നും അന്വേഷിക്കാറില്ല. ഒരു നല്ല വീട് കണ്ടാൽ നമ്മൾ ചോദിക്കും, ഇതാരാണ് ഉണ്ടാക്കിയത്, ആരാണ് ഇതിനെ നിർമ്മിച്ചത്? പക്ഷെ നമ്മൾ ജനിച്ച നാൾ മുതൽ ഭക്ഷണവും വായുവും വെള്ളവും ഒക്കെ തിരികെയും സൂര്യന്റെ ചൂടും വെളിച്ചവും നിലാവെട്ടവും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുവെങ്കിലും ഇതൊക്കെ ഈ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിപ്പാൻ തക്കവണ്ണം നമ്മുടെ ബുദ്ധി അഫലമായിരിക്കുന്നു. എന്നാ പ്രിയരെ, ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചത് തന്റെ ഒരു വചനത്താലാണ്. ദൈവത്തിന്റെ വചനത്താലാണ് ഈ ആകാശത്തെയും ഭൂമിയെയും ദൈവം സൃഷ്ടിച്ചത്. എന്തിന്? മനുഷ്യന് പാർക്കുവാനായിട്ട്.